അപ്പോൾ ഇതാണ് എൻ്റെ കോസി സാറ്റർഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു നോർമൽ ഡേ ഇൻ മൈ ലൈഫാണ് ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ജാക്കിയും കൂടെ നടക്കാൻ വേണ്ടിയിട്ട് പോയി. ജാക്കിക്ക് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ എനിക്കിഷ്ടമാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം നടന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്നിട്ട് ബിരിയാണിയാണെന്ന് കഴിച്ചത്, നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. അപ്പോൾ ചായ കുടിക്കാൻ പോയപ്പോൾ ഷോപ്പിൽ ഒത്തിരി സാധനങ്ങൾ കണ്ടു. ഞാനൊന്നും വാങ്ങിയില്ല, ഞാനൊരു കോഫിയാണ് പറഞ്ഞത്. അപ്പോൾ സാധാരണ കട്ടൻ ചായയാണ് കുടിക്കുന്നത്, ഇന്നെന്തോ കോഫി കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഷോപ്പിൽ പോയി. അപ്പോൾ ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഞാനിപ്പം വാങ്ങിയത് മസാല ഓട്സാണ് സഫോളയുടെ. ഇതെനിക്കല്ല, പപ്പയ്ക്ക് വേണ്ടിയിട്ടാണ്. പപ്പയാണ് ഓട്സിൻ്റെ ആൾ. അപ്പോൾ പപ്പയ്ക്ക് ഇതാണ് ഇഷ്ടം, അപ്പോൾ അതുകൊണ്ട് ഞാനിത് മേടിച്ച്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടേ. അപ്പോൾ ഗ്രോസറി ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. വാങ്ങിയില്ലെങ്കിൽ ഞാൻ ചുമ്മാ വെറുതെ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ നോക്കിയിട്ട് അതുപോലെ അവിടെ തിരിച്ചു വെച്ചു. വീണ്ടും ഞാൻ അടുത്ത കപ്പ് എടുത്ത് നോക്കി തിരിച്ചു വെച്ചു. അങ്ങനെ എല്ലാം ഞാൻ നോക്കി. പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഞാൻ വാങ്ങിയില്ല. പിന്നെ കുറച്ച് സോപ്പ് വയ്ക്കുന്ന ബോക്സുകളൊക്കെ നോക്കി. എന്നിട്ട് ഈ 15 രൂപയുടേതാണ് ഞാൻ ലാസ്റ്റ് എടുത്തത്. പിന്നെ ഞാൻ വന്നിട്ട് താഴെ വന്നിട്ട് യോഗട്ട് നോക്കി. യോഗട്ട് ഇല്ലായിരുന്നു, അതിൻ്റെ വിഷമം എനിക്കുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം എന്നത്തെയും പോലെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. ഹോസ്പിറ്റലിൽ ഞാൻ ഈ പപ്പയ്ക്ക് 15 രൂപയുടെ സോപ്പ് പെട്ടിയും കൊണ്ടാണ് പോയത് കേട്ടോ. അപ്പം ചെന്ന് കയറിയപ്പോൾ തന്നെ അവിടെ ഒരു മാറ്റം. ഞാൻ വിചാരിച്ചു ഇനി ഇതല്ലേ മാറിപ്പോയോ എന്നൊക്കെ, പക്ഷേ അല്ല, അവിടെ എല്ലാവരും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. TV ഏരിയയൊക്കെ ഫുൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ കയറി ചെന്ന് സോപ്പ് പെട്ടിയൊക്കെ കൊടുത്ത് പപ്പയെ സർപ്രൈസ് ചെയ്ത് നോക്കിയപ്പോൾ അവർ പുതിയ ടേബിളൊക്കെ അവിടെ ഇട്ടേക്കുന്നുണ്ട്. പിന്നെ സഞ്ചിയും കൊണ്ട് നമ്മൾ തിരിച്ചു പോയി, മരുന്ന് മേടിക്കാൻ വേണ്ടി പോയി. അൺഫോർച്ചുനേറ്റ്ലി കട അടച്ചേക്കുമായിരുന്നു. പിന്നെ തിരിച്ച് വന്ന് കഞ്ഞി കുടിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഒത്തിരി സമയം നിൽക്കാൻ പറ്റിയില്ല. അപ്പം തിരിച്ച് വരുന്ന വഴിക്ക് ജാക്കിക്കൊരു ബെൽറ്റ് മേടിക്കാൻ വേണ്ടി കടയിൽ കയറി. അവിടെ കയറി ബെൽറ്റ് മേടിച്ച് തിരിച്ചു വന്നപ്പോൾ മമ്മിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്, അത് പച്ചക്കറിയൊക്കെ. അല്ലെങ്കിൽ അമ്മമാരെ കൊണ്ട് ഇപ്പോൾ പോയാലും ഇങ്ങനെ തന്നെയാണ്, ഓരോ സ്ഥലത്ത് നിർത്തി ഓരോ സാധനങ്ങൾ മേടിച്ച് ഒരു വിധത്തിൽ ഞങ്ങൾ വീടെത്തി ഗൈസ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ, ബാക്കി നാളെ.